പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും സെൽഫ് റെസ്പെക്റ്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. പല ആളുകളും അത് ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയാറുള്ളത്? നമ്മളെക്കുറിച്ചുള്ള ബോധ്യമാണ്. നമ്മൾ പറയാറുണ്ട്, മറ്റുള്ള ആളുകൾ അവരുടെ വാക്കുകളല്ല നമ്മളെ അളക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു കുഴപ്പം പലപ്പോഴായിട്ട് സംഭവിക്കാറുണ്ട്. നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയുമായിട്ട് മാറിപ്പോകാറുണ്ട്, ആത്മഹങ്കാരവുമായിട്ട്. ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ആത്മാഭിമാനത്തിലാണോ അതോ അഹങ്കാരത്തിലാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലാണോ? മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ, അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, വേറെ നമ്മുടെ വീട്ടിലെ ആളുകളായിക്കോട്ടെ, ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ മുന്നേറുകയാണ്. ഇപ്പൊ ടീനേജ് കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ടീനേജ് എല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മറ്റുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നത്? അതിനെയാണ് മറ്റുള്ളവരുടെ പ്രതീക്ഷകളാണോ നിങ്ങളെ നയിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാറുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് ഇന്ന ആള് പറഞ്ഞത് കൊണ്ട് ഞാനത് പറയുകയാണ് എന്ന് പറയുന്നുണ്ടോ? അവിടെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്, അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ചെയ്യുന്നതിൽ നിന്ന് എന്ത് വിലക്കാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്? ഏതെങ്കിലും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മറ്റുള്ള ആളുകളുടെ പ്രതീക്ഷകളും ആശയങ്ങളും നമ്മൾ ആരാണ് എന്ന് പരിമിതപ്പെടുത്താൻ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതിലൂടെ നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടെത്തും. നമുക്ക് സ്വയം ആരാണ് എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആത്മാഭിമാനം കുറവായിരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവും. എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഉത്കണ്ഠകൾ സംഭവിക്കുന്ന അവിടെയാണ്. നിസ്സഹായത ഉണ്ടാവും ജീവിതത്തിൽ. അയ്യോ, ഇനി എന്ത് ചെയ്യും, എൻ്റെ ജീവിതം ആകപ്പാടെ പ്രതിസന്ധിയിലാണ് എന്നുള്ള നിസ്സഹായത ഉണ്ടാവും, വിഷാദമുണ്ടാവും. ആ രീതികൾ നമുക്ക് വളരെ അസംതൃപ്തി, തീർച്ചയായിട്ടും അസംതൃപ്തി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റില്ല. ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ സംതൃപ്തി ആർന്ന ബന്ധങ്ങൾ നിലനിർത്തണം. സംതൃപ്തിയാർന്ന ബന്ധങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അർത്ഥവത്തായിട്ടുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം സാധ്യമാകാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ ചിലവുള്ള കാര്യങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് മാറാം. വളരെ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ കണ്ണടയ്ക്കുക, ശ്വാസം വിടുക, പോസിറ്റീവ് ആവാൻ പറ്റുമോ? നിങ്ങൾ നോക്കുക, ഇത് പറ്റുമോ എന്നുള്ളത്. വ്യക്തിഗതമായ അനുഭവങ്ങൾ നമ്മൾ എടുക്കാറില്ല. എല്ലാ ഭാഗത്തേക്കും എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് പറ്റുന്നതിനെയാണ് നമ്മൾ എടുക്കാറുള്ളത്. പല സ്റ്റഡികളും സയൻസിന്റെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാറുണ്ട്. ഇതിനൊന്നും സയൻസിന്റെ യാതൊരുവിധ പിൻബലവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങളോട് നമുക്ക് വിഷാദം ഉണ്ടാകുന്നു, ഉത്കണ്ഠകൾ ഉണ്ടാകുന്നുണ്ട്, ജീവിതം സംതൃപ്തിയല്ല എന്ന തോന്നലുകൾ ഉണ്ടാവുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ കോട്ട് കേട്ടത് കൊണ്ടോ, ആ കോട്ടിനെ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടത് കൊണ്ടോ? പലപ്പോഴും ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇടുന്നതിന്റെ കാരണം ഞാൻ തകർന്നിട്ടില്ലടാ, ഇതാ കയറി വരുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതിന്റെ എല്ലാം വേരുകൾ കടക്കുന്നത് പലപ്പോഴും ചെറുപ്പകാലത്തായിരിക്കും എന്നതാണ് ഇതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്റെയൊക്കെ ജീവിതത്തിലാണെങ്കിലും വ്യക്തിഗതമായ അനുഭവത്തിന് പ്രാധാന്യമില്ലെങ്കിൽ പോലും വ്യക്തിഗതമായ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കുകയാണ്. ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന വളർച്ചയുടെ ഘട്ടങ്ങളിൽ എവിടെ നിന്നൊക്കെയോ
ഒരു കുറവ് അനുഭവപ്പെടുകയാണ്. രൂപത്തിൽ എന്തോ കുഴപ്പമുണ്ട്, തല കുറച്ച് വലുതാണ്, ഭംഗിയില്ല മറ്റുള്ള ആളുകളെ പോലെ, മറ്റുള്ളവർക്കൊക്കെ ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളാണ് സങ്കല്പിക്കുന്നത്. മറ്റുള്ളവരുടെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ പോലെ ആശയവിനിമയം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നല്ല സുഹൃത്തുക്കളില്ല, ഒരുതരം കോംപ്ലക്സ് അനുഭവപ്പെട്ടിരുന്നു. കുട്ടിയാവുമ്പോൾ പല പല കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഇത് തിരിച്ചറിയാനും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ കോംപ്ലക്സ് അനുഭവിക്കുമ്പോൾ തലച്ചോറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറവിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് അഭിനയിക്കാനായിട്ട് തുടങ്ങുകയാണ് അവിടെ. അപ്പൊ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് കാണിക്കുക. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാറുണ്ട്, ഈ കുട്ടികളൊക്കെ ആവുമ്പോൾ നോവലുകളൊക്കെ വായിക്കും. അപ്പൊ നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഞാനൊക്കെ വായിച്ചിരുന്നത് കയറൊക്കെയാണ്. അപ്പൊ കയർ എന്ന നോവൽ വായിക്കുമ്പോൾ ഈ കയർ എന്ന നോവലിലെ കഥാപാത്രം അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളായിട്ട് സങ്കല്പിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് വേറെ ഒരു പരിപാടി ഇല്ലാണ്ട് രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന് വായിക്കുകയാണ്. ഈ വായന കഴിഞ്ഞ് അമ്മ ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോ ചോറും പുളിവെള്ളവും എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും, ചിലപ്പോൾ ഉപ്പേരി ഉണ്ടാവില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ ഈ തെക്കൻ ജില്ലകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വെള്ളുവനാടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്കിലൂടെയാണ് കാണുന്നത്. അപ്പൊ ആറന്മുള വെള്ളസദ്യയെ കുറിച്ച് കേൾക്കാറുണ്ട്, പലവിധം സംഭവങ്ങൾ അവിടെ, ദോശ വന്ന കഥ, തെക്കൻ ജില്ലയിലെ മറ്റു പല കാര്യങ്ങളൊക്കെ തകഴി വിവരിക്കുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഭക്ഷണം, പുളിവെള്ളം കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വിഭവസമൃദ്ധമായ ഊണുണ്ടെന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. അതിലൊരു ആനന്ദം ക്രിയേറ്റ് ചെയ്യാണ്. ഇതൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇതിൽ ജീവിച്ചു പോകുന്ന ഒരു അസുഖമായിട്ട് ഇത് മാറാറുണ്ട് ഈ ഒരു സംഭവം. പലപ്പോഴും റിയാലിറ്റികളിൽ നിന്ന് ഓടി ഒളിക്കാൻ, ഇതെന്താ ഇതിന്റെ കുഴപ്പം എന്ന് ചോദിക്കും. ഇതില് നമ്മൾ റിയാലിറ്റികളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല, നമ്മൾ സ്വപ്നങ്ങളിൽ ജീവിക്കും. നമുക്ക് എന്തൊക്കെയോ കുറവുണ്ട്, ഈ കുറവിനെ മറികടക്കാൻ കുറച്ച് കാശ് വേണം, അല്ലെങ്കിൽ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ ജിമ്മ് ചെയ്യണം. അതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല ഉദ്ദേശത്തിലല്ല ഉണ്ടാവുക, മറ്റുള്ള ആളുകളെ കാണിക്കണം, തന്റെ കുറവ് മറച്ചു പിടിക്കുക എന്ന കാര്യവുമായിട്ടാണ് ഇത് ഉണ്ടാവുക. അവിടെയാണ് ഇതിന്റെ കുഴപ്പം. അതല്ലാതെ നോർമലി മനുഷ്യർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇൻഫീരിയറിറ്റി കോംപ്ലക്സിനെ സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ആക്കി മാറ്റുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. നമ്മൾ ഇന്ന് പോലും പല മാനസിക രോഗങ്ങളെയും അല്ലെങ്കിൽ മാനസിക അവസ്ഥകളെയും അംഗീകരിക്കാത്ത സമൂഹമാണ്. അടി കൊടുത്താൽ തീരും എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമൂഹത്തിൽ ഈ മാനസിക രോഗത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളെ കുറിച്ച് പറയുന്നതെന്ന് അറിയണം. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് അനുഭവിക്കാത്ത ആൾക്കാർ ഇതിനെ കാണുക. അവർ ചിരിക്കും, കളിയാക്കും, കാരണം അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ റിയാലിറ്റിയിൽ ഇത് അനുഭവിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്വഭാവത്തിലെ മുതിർന്നു കഴിയുമ്പോൾ മറ്റാർക്കും മനസ്സിലാവാത്ത സ്വഭാവ സവിശേഷതയായിട്ട് മാറും. അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ യഥാർത്ഥ ആത്മാഭിമാനം വേഷം മാറും. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആത്മാഭിമാനം അല്ല അവിടെ വർക്ക് ചെയ്യുക, അവിടെ ഈഗോ കടന്നു വരാൻ തുടങ്ങും. ഈ ഈഗോ കടന്നു വരുന്നുണ്ട്, ഈഗോയാണ് എന്നത് അനുഭവിക്കുന്ന ആള് തിരിച്ചറിയില്ല. അയാൾ വിചാരിക്കുന്നത് തൻ്റെ സെൽഫ് പ്രൈഡാണ്, എൻ്റെ സ്വയം ഒരു എന്നെ കുറിച്ചുള്ള അഭിമാനമാണെന്ന്. പക്ഷെ അത് അഹങ്കാരമായിട്ട് മാറും എന്നുള്ളതാണ്. യഥാർത്ഥ ആത്മാഭിമാനം, നമുക്ക് നമ്മളോട് തന്നെയുള്ള ആ സെൽഫ് റെസ്പെക്റ്റോ അതുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല, മറ്റുള്ള ആളുകൾ അംഗീകരിക്കുക എന്ന ഒരു കാര്യം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ, നമുക്കറിയാം സമൂഹത്തിലെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസിസ്റ്റ് തന്നെയാണ്. മറ്റു മനുഷ്യർ അംഗീകരിക്കണം, അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായി ചേർന്ന് നിന്ന് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ കിട്ടുമോ? മറ്റുള്ളവർ പുകഴ്ത്തണം, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷെ അത് കിട്ടാതെയാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ചെറിയ വിമർശനം പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. മറ്റുള്ളവർ എന്താ പറഞ്ഞോട്ടെ, നോക്കണ്ട എന്ന് തന്നെ നമ്മൾ തന്നെ എഴുതും. ഒരേ സമയം തന്നെ നമ്മൾ ഇത്തരം സ്റ്റാറ്റസുകൾ ഇടുകയും
നമ്മളെക്കുറിച്ചുള്ള നിസാരമായ പരാമർശങ്ങൾക്ക് നമ്മൾ വലിയ മറുപടികൾ കൊടുക്കും. വളരെ നിസാര പ്രശ്നങ്ങളെയൊക്കെ ഈ മറുപടി കൊണ്ട് അതൊരു പ്രശ്നമായി മാറുകയും നമ്മുടെ ആവശ്യമില്ലാത്ത എനർജി ഇതിന് ചെലവാക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനർജി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനും പകരം നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ എനർജിയെ കൊണ്ടുവരും. നമ്മളെ പ്രതിരോധിക്കാൻ, നമ്മൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ. നമ്മൾ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈഗോ ആണ്. ഇനി അങ്ങനെ സ്ഥാപിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നമ്മൾ അംഗീകരിക്കും? ഒരിക്കലും. ഇപ്പൊ ഞാൻ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പുസ്തകം വായിച്ചിരുന്നു. അപ്പൊ ഈ അൺലോക്കിംഗ് ദ സീക്രട്ട് ഓഫ് സെൽഫ് എസ്റ്റീം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഒരു മനഃശാസ്ത്രജ്ഞയായ ഹാർട്ട് വെൽ വാക്കർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അവരെഴുതിയ പുസ്തകമാണ്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇടയിൽ കൊടുക്കാം. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരു ഗുണം നിനക്ക് സാധിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ഈ തെറ്റായ തെറാപ്പികളിലേക്കൊക്കെ മനുഷ്യർ വീഴാറുണ്ട്. കാരണം മനുഷ്യർക്ക് വിഷാദം, ഉത്കണ്ഠ, ഡിപ്രഷൻ ഒക്കെ ഉണ്ട്. അതിനൊരു ആശ്വാസം തേടിപ്പോകുമ്പോൾ തെറ്റായ മനുഷ്യർ അല്ലെങ്കിൽ തെറ്റായ ആ കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ സയൻസിന്റെ ഒക്കെ പിൻബലം വെച്ചുകൊണ്ട് ഇത് സയൻസ് അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞ കുറേ മെത്തേഡുകളുണ്ട്. അവിടെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് ഹീൽ ചെയ്യാൻ പറ്റും അസുഖത്തെ എന്നൊക്കെയാണ്. നിരവധി പഠനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, സയന്റിഫിക് ആയിട്ട് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ പറയുന്ന കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യലാണ്. ഈ മനഃശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ അതാ പറയുന്നത്. പോസിറ്റീവായിട്ട് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവുന്നത്? ഇല്ലാത്ത ഒന്ന്, എനിക്കില്ലാത്ത കഴിവുകൾ, അത് നേരത്തെ പറഞ്ഞ് ഈഗോ കൂട്ടുക എന്നല്ലാതെ എനിക്ക് മാറ്റം ഉണ്ടാവില്ല. ഇവിടെ റിയാലിറ്റികളിലേക്ക് ഇറങ്ങി വരാനാ പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ളവരായിട്ട് മാറണം. അഹങ്കാരം മാറ്റിയതുകൊണ്ട് ഒരു സെൽഫ് പ്രൈഡ്. അതല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് പ്രൈഡ് എന്നുള്ള വാക്ക് പലപ്പോഴും അഹങ്കാരമായിട്ട് പ്രൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സെൽഫ് റെസ്പെക്ട്, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ റിയാലിറ്റികൾ അറിയുക, നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞിട്ടേ നമുക്ക് അതിൽ വരാൻ പറ്റൂ. ഇല്ലാത്ത ഒരു ഗുണം നമുക്ക് വളർത്തിയെടുക്കുക എളുപ്പമല്ല. അതേപോലെ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോ ന്യൂറോ സയന്റിസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠനങ്ങൾ നടത്തുന്നതുകൊണ്ട് മനഃശാസ്ത്രം വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്യൂഡോ സയൻസിന്റെ പുറകെ പോയിക്കൊണ്ട് നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്തു. നമുക്ക് ഇല്ലാത്ത ഒരു സാധനവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. റിയാലിറ്റികളിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സെൽഫ് അനലൈസേഷൻ കൃത്യമായിരിക്കണം. നമുക്ക് നമ്മളെ കുറിച്ച് ബോധ്യം വേണം. അതാ നേരത്തെ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും ആകരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമുക്കൊരു കുറവുണ്ട് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ആ കുറവുമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ഈഗോ അവിടെ വർക്കൗട്ട് ആവില്ല. നമ്മുടെ കുറവ് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ മിണ്ടാതിരിക്കുക. ഏറ്റവും പ്രധാനം തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ഗുണമാണ് ഇന്നത്തെ കാലത്ത്. നേരത്തെ പറഞ്ഞ എനർജി വേസ്റ്റ് ചെയ്യണ്ട. എനിക്ക് ഒരു കുഴപ്പമുണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റുക, ആത്മപരിശോധന, ആത്മബോധം കൃത്യമായിട്ട് ഞാൻ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോശമായ വശങ്ങളെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ നല്ല വശങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. അവിടെ എനിക്കെന്താണ്, മറ്റുള്ള ആളുകൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുക. അത് വളരെ നന്നായിട്ട് നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിന്റെ പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കാൻ, തെറ്റുണ്ടാവുമ്പോൾ ക്ഷമ ചോദിക്കാനുള്ള തയ്യാറുണ്ടാവുക. നമ്മളോട് മറ്റുള്ളവർ ചെയ്ത പ്രവർത്തികൾ നമുക്ക് മറക്കാൻ പറ്റുക. അപ്പോഴാണ് യഥാർത്ഥ ആത്മാഭിമാനം പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ട് മാറും. നമുക്ക് നമ്മുടെ തെറ്റുകൾ ക്ഷമ ചോദിക്കാൻ തയ്യാറാവില്ല. അവിടെ സെൽഫ് പ്രൈഡ് അല്ലെങ്കിൽ നമ്മളോടുള്ള സെൽഫ് റെസ്പെക്റ്റ് അല്ല ഉണ്ടാകുന്നത്, മറിച്ച് നമ്മുടെ അഹങ്കാരമാണ്. നമുക്ക് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, നമുക്ക് തന്നെ സന്തോഷം തരാത്ത, നമുക്ക് തന്നെ
ഉത്കണ്ഠയുണ്ടാക്കുന്ന, പിന്നീട് അത് വിഷാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഈഗോ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. യാതൊരുവിധ ഗുണവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, വല്ലാത്ത ഡിപ്രഷനിലേക്ക്, മറ്റു മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. പിന്നീട് വല്ലവരും ഇങ്ങനെ പറയണ, കുഴപ്പമില്ല, നീ നല്ലവനാണ്. എന്തിനാ അതിന്റെ ആവശ്യം? ഞാൻ നല്ലവനാണോ ചീത്തയാണോ എന്നത് കൃത്യമായി അറിയുന്നത് ഞാനാണ്. അത് മറ്റുള്ളവരുടെ വാക്കുകളിലല്ല അതുള്ളത്. അപ്പൊ ഞാൻ ആദ്യം വേണ്ടത്, ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക. ഏതൊരു കാര്യത്തോടും വിയോജിപ്പുകൾ ഉണ്ടാകും. വിയോജിപ്പുകൾ കൃത്യമായിട്ട് അറിയിക്കണം. ആ അറിയിപ്പുകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ആ വ്യക്തിഗതമായ വിരോധത്തിലല്ല അഭിപ്രായം പറയുന്നത്. ആ വ്യക്തിയോട് നമുക്ക്, ആ ആശയത്തോട് നമുക്ക് വിരോധമുണ്ട്, അതിനെ നമ്മൾ എതിർക്കുന്നു. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇനി അയാൾ തിരിച്ച് നമ്മളെ മോശമായ ഭാഷയിൽ പറഞ്ഞു, നമ്മൾ അവിടെ ഈഗോയിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അവിടെ ഈഗോ, ഈ പറയണത് എളുപ്പമല്ല, ഈഗോ ആണ് ആദ്യം കടന്നു വരിക. കാരണം മനുഷ്യന് അതില്ലാതെ പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുക. അത് അയാളുടെ രീതിയാണ്. അത്തരം രീതിയിലല്ല നമ്മൾ മറുപടി പറയേണ്ടതെന്നുള്ള ചോദ്യം. നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വേറൊരാൾക്ക് തോന്നുകയാണ്, നമുക്ക് തോന്നുമ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറയുക. അത് നമ്മൾ തന്നെയാണ് അതിന്റെ കണ്ടെത്തലുണ്ടാവുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ഉണ്ടാവുക. നമുക്ക് യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക. നമ്മുടെ ഡിപ്രഷനൊക്കെ മാറ്റിക്കൊണ്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ജീവിതത്തിൽ. ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സൈക്കോളജിസ്റ്റുകളെ കാണുകയും, ഇനി അതിനുപരിയായിക്കൊണ്ട് നമുക്ക് മരുന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ സൈക്കാട്രി വിഭാഗത്തിൽ കണ്ടുകൊണ്ട് മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതാണ്. കാരണം ഇതൊന്നും പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെയുള്ള പല തെറാപ്പികളെ കൊണ്ടും മാറുന്ന രോഗമായിരിക്കില്ല. തലച്ചോറിൽ കേട് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കേടിനെ തീർക്കാൻ നമുക്ക് ചില സഹായങ്ങൾ ആവശ്യമുണ്ടാവും. കാരണം അത്ര ഈസി ആയിട്ട് നമുക്ക് ഈ പറച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ, അവിടെ ശരിയാകുന്നു, നീ ശരിയാകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാകുന്ന ഒന്നല്ല. കൃത്രിമമായ തോന്നലുകൾ ഉണ്ടാകും ശരിയായി. അതുകൊണ്ടാണ് വ്യക്തിഗതമായ അനുഭവങ്ങൾ ഈ കാര്യത്തിലൊന്നും എടുക്കാറില്ല. നമ്മൾ ഈ പല കാര്യങ്ങളിലും ആളുകൾ പറയാറുണ്ട്, ധ്യാനത്തിലൂടെ ഞാൻ മാറ്റം വന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ അവകാശങ്ങളെയൊന്നും ചാൻസ് എടുക്കാറില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈഗോനെ കരുതിയിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. അനുകമ്പയുള്ളവരാവുക, സഹാനുഭൂതിയുള്ളവരാവുക. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിന് വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിൽ പല കമന്റുകൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, പലരും പലതും പറയും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് ഈഗോയിലല്ല എന്ന് വരുമ്പോഴേ നമുക്ക് ചിരിക്കാൻ പറ്റും. നമ്മളെ തന്നെ നർമ്മഭാവനയിൽ കാണാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ സ്വയം സഹതാപമില്ലാതെ നമ്മുടെ തെറ്റുകളെ നോക്കി ചിരിക്കാനായിട്ട് നമുക്ക് പറ്റും. മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായിട്ട് മാറുമ്പോൾ അത് സാധ്യമാവുക. നമ്മളെ പരിശോധിക്കുക. നമ്മൾ പറയുന്ന പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ കൃത്യമായിട്ട് തന്നെ അവരോട് പറയേണ്ടത് നോ പറയാൻ. അതിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ട രീതി തന്നെയാണ്. അതല്ലാതെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇല്ലാത്ത സഹിക്കല്ല. വ്യക്തമായ നമ്മൾ ഒരു കാര്യം ബോധ്യത്തിലേക്ക് വരുന്നുണ്ട്. ജീവിതത്തിന്റെ വിജയം അല്ലെങ്കിൽ അഭിമാനം, നമ്മളെക്കുറിച്ചുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. അതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളില്ല. അതിങ്ങനെ ഓരോ ദിവസവും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഈഗോയിനെ കടന്നു വരാതിരുന്നാലാണ് ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് നമുക്ക് നേരിടാൻ പറ്റൂ എന്നതാണ് പറയേണ്ടത്. അപ്പോൾ ഇത്തരം പോസിറ്റീവായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത്. നമുക്ക് വേറെ എവിടെ നിന്നും ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ബാക്കി പുസ്തകമായിക്കോട്ടെ, കോട്ടകളായിക്കോട്ടെ, ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നല്ലാണ്ട് ഇത് തുടർന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെയുള്ള വിലയിരുത്തലുകൾ നടത്തണം. ഇൻവെന്ററികൾ ഓരോ ദിവസവും, നമ്മുടെ പ്രവൃത്തികൾ, ഈ കാര്യങ്ങളിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം എവിടെ നിൽക്കുന്നു എന്ന കാര്യം ഉണ്ടാവണം. അഭിമാനബോധം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സന്തുലിതമാക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുന്നേറാനും സമൂഹത്തെ സമൂഹമാകുന്ന രീതിയിൽ ഉൾക്കൊള്ളാനൊക്കെ സാധ്യമാണ്. എന്തായാലും നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.